കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 11 കിലോമീറ്ററൊക്കെ മാറി 55 ലക്ഷം രൂപയുടെ ഒരു വില്ല. 3.6 സെൻറ്റ് സ്ഥലത്താണ് വീട് വരുന്നത്. 1600 സ്ക്വയർ ഫീറ്റ്. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി. 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KWO വാട്ടർ കണക്ഷൻ. ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 350 മീറ്റർ മാത്രമാണ്. ഈ കാണുന്ന റോഡാണ് വീടിൻ്റെ മുന്നിലായി നൽകിയിരിക്കുന്നത്. 6 മീറ്റർ വിടുത്തുള്ള വലിയ റോഡ് നൽകിയിട്ടുണ്ട്. ഡ്രെയിനേജ് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം സൗകര്യം ചെയ്തിട്ടുള്ള നല്ലൊരു വീട്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നെങ്കിൽ ഇതാണ് വീട്. കണ്ടംപററി സ്റ്റൈലാണ് വീടിന് നൽകിയിരിക്കുന്നത്. കാർ പോർച്ച് എക്സ്ട്രാ ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്ക് ചെയ്ത ഒരു ഭിത്തി വലിയ രീതിയിൽ കാണാം. മുകൾ ഭാഗത്ത് ബാൽക്കണിയാണ് അവിടെ വരുന്നത്. സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചുള്ള ആ കണ്ടംപററി ഡിസൈനിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈൻ വർക്ക് അവിടെ കാണാം. താഴേക്ക് വരുമ്പോൾ സിറ്റ് ഔട്ടാണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് റോഡ് വലിയ വിടുത്തുള്ള റോഡാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് മതിൽ. നല്ല ഭംഗിയുള്ളൊരു മതിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ വർക്ക് കാണാം. അവിടെ ഒരു പില്ലർ ചെയ്തിട്ടുണ്ട്. താഴെ ബ്ലാക്ക് കളറുള്ള പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. GI സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫോൾഡിങ് ഗേറ്റ് കാണാം. ഇതാണ് കാർ പോർച്ച്. എക്സ്ട്രാ ചെയ്ത് എടുത്തിരിക്കുകയാണ്. കാർ പോർച്ച് നല്ല ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ കാർ പോർച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ മുറ്റത്ത് ഇവിടെ ആയിട്ട് അവൈലബിൾ ആണ്. അവിടെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. അത് പോളിഷ് ചെയ്യേണ്ട. അതിനിടയിൽ സിന്തറ്റിക് ഗ്രാസ് വരാനുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബഡ്ജറ്റ് വീടാണെങ്കിലും 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം 1 മീറ്ററോളം സ്പേസ് ഉണ്ട്. അവിടെ മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ഈ വീടിൻ്റെ പുറകുവശത്താണ്. ഏകദേശം ഒരു 2.5-3 മീറ്ററോളം സ്പേസ്, 2.5 മീറ്റർ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഒരു വശം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടിൻ്റെ കിണർ വെള്ളവും KWO വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. കിണർ കോമൺ കിണറാണ് നൽകിയിരിക്കുന്നത്. വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെയാണ് സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റെപ്പുകളാണ് ഇവിടെ വരുന്നത്. ഇവിടെ വലിയൊരു സിറ്റ് ഔട്ട്, നല്ല നീളത്തിലുള്ള വലിയ സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. ഈ ഭിത്തിയിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് ഇവിടെ ഒരു ജനലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മഹാഗണി വുഡാണ് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ L ഷേപ്പിലാണ് ഈ സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ മെയിൻ ഡോറാണ്. ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ. ഒരു ഗോൾഡൻ ഫിനിഷിൽ വരുന്ന നമ്മുടെ ഇതിൻ്റെ ലോക്ക് നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയാണ്. അത്യാവശ്യം നല്ലൊരു ലിവിങ് സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ഒരു കോർണർ സ്വെറ്റിയൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ TV യൂണിറ്റ് വരുന്ന സ്പേസാണ്. അവിടെ ഒരു നല്ല സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ ഹോൾ സീലിംഗ് വർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ ഇടാവുന്ന ഒരു സ്പേസ് അവൈലബിൾ ആണ്. സ്റ്റെയർ ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. അതിനടിയിലായിട്ട് ഇൻവെർട്ടറിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇലക്ട്രിക് കണക്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കൗണ്ടർ ടോപ്പ് ഒക്കെ ഒരുക്കി വാഷ് ബേസ് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായി വരുന്ന ഗ്രാനൈറ്റാണ്. വാനിറ്റി കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ സിമ്പിളായിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. സാധാരണ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ കാണാറ്. ഇപ്പോൾ ഇവിടെ ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ്. ഇവിടെ ഡോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണായി. കിച്ചൻ്റെ L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. വൈറ്റ് കളർ ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ കിച്ചൻ്റെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലും കബോർഡ് കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 2 ടാപ്പും ഇവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം. ഇവിടെയാണ് ഡോറ് വരുന്നത്. ഇതാണ് ബെഡ്റൂം. ഏകദേശം ഒരു 12-13 വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. 2 വശത്തും ജനലുകൾ കാണാം. അതുപോലെ തന്നെ വാർഡ്രോബിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് ഭിത്തിയിലേക്ക് കയറി നിൽക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാർഡ്രോബ്. നല്ല ഭംഗിയുള്ള ഹാൻഡിലുകൾ കൊടുത്തിട്ട് നല്ല ഒരു വാർഡ്രോബ് അവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് PVCയിലാണ്. ബ്ലാക്ക് കളറുള്ള ഒരു ഡോറാണ് നൽകിയിരിക്കുന്നത്. ക്ലോസറ്റ് ഇവിടെ വരുന്നത്. ഇവിടെ 2 ടൈപ്പ് ടൈലുകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം ഗ്ലോസി ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സോപ്പ് ഡിഷ് കാണാം. ഇവിടെയാണ് ഷവർ വരുന്നത്. അതുപോലെ തന്നെ വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം.
അപ്പോൾ താഴത്തെ നിലയിൽ ഏകദേശം കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലെ സ്റ്റെപ്പ് കയറി അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകണം. ഈ നേരത്തെ പറഞ്ഞു ഇവിടെ നിന്നാണ് അപ്പർ ലിവിങ്ങിലേക്കുള്ള നമ്മുടെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. ഒരു വുഡൻ പില്ലർ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആ കാർ പോർച്ചിൽ നിന്ന് കാണുന്ന സിറ്റ് ഔട്ടിൽ നിന്ന് കാണുന്ന ജനലാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലെ അപ്പർ ലിവിങ് സ്പേസ് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അപ്പർ ലിവിങ് സ്പേസ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. ഇവിടെ 2 ബെഡ്റൂമുകളുണ്ട്. ആ ഭാഗത്ത് നമുക്ക് ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയ കണ്ടിട്ട് നമുക്ക് ബെഡ്റൂം നോക്കാം. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. GS കോട്ട് റൂം ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് 2 ബെഡ്റൂമുകൾ വരുന്നു. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂം ആദ്യം നോക്കാം. താഴത്ത് കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം അതേപോലെയുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വാർഡ്രോബ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുമുണ്ട്. ഇവിടെയാണ് ബാത്റൂമിൻ്റെ ഡോറ് നേരത്തെ കണ്ട അതേപോലെയുള്ള ഡോറ് തന്നെയാണ്. 2 ടൈപ്പ് ടൈലുകൾ നല്ല ഡിസൈൻ വർക്ക് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് വരുന്നത്. ഇവിടെ ക്ലോസറ്റ്, ഇവിടെയാണ് ഷവർ, ഇവിടെ വാഷ് ബേസിൻ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ബാത്റൂമിലും ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂം നോക്കേണ്ടതുണ്ട്. അത് ഇവിടെയാണ് വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിലേക്ക് അല്പം കൂടി ചെറുതാണ് ഈ ബെഡ്റൂം. 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ്, ഇതാണ് വാർഡ്രോബ്. 2 മാളിലുള്ള വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബാത്റൂമാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് നേരത്തെ കണ്ട അതേ ഡോറ് തന്നെയാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള വാൾ ടൈല്, സെൻറ്റർ ഭാഗത്ത് ഹൈലൈറ്റർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി ബാൽക്കണി കൂടി നോക്കാനുണ്ട്. 3.6 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 11 കിലോമീറ്ററൊക്കെ ആയിരിക്കും ദൂരം. ബസ് 300 മീറ്ററാണ് അകലം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. കിണർ വെള്ളമുണ്ട്, KW വാട്ടർ കണക്ഷൻ ഉണ്ട്. 300 മീറ്ററാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത്. ആലുവയ്ക്ക് പോകാനായിട്ട് ഒരു 9 കിലോമീറ്റർ ആയിരിക്കും ദൂരം. പെരുമ്പാവൂർക്ക് ഒരു 10 കിലോമീറ്റർ താഴെ ദൂരമുണ്ട്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ബാൽക്കണി ഒരുക്കിയിരിക്കുന്നത്. ഷേപ്പിലാണ്. ആ സിറ്റ് ഔട്ട് പോലെ തന്നെയാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ചെടികളൊക്കെ വയ്ക്കാവുന്ന സ്റ്റാൻഡ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ വീടിൻ്റെ വിലയാണ്. നേരത്തെ പറഞ്ഞതാണ് 55 ലക്ഷം രൂപ. നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഈ ബഡ്ജറ്റിൽ വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ വീട് കാണാൻ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.